ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചാനലിലെ അനാലിറ്റിക്സ് ഒന്ന് എടുത്ത് നോക്കി. അതിനകത്ത് നമ്മളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതിൽ 85% ആൾക്കാർ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ടീച്ചറാകാം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് അതിന് വേണ്ടത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് നിങ്ങൾ അതിന് പാസ്സാവേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ടീച്ചറാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ ഈ വീഡിയോയിൽ ടീച്ചറാകാൻ വേണ്ട എലിജിബിലിറ്റീസ് ഓരോ ലെവലുകളിലെയും സെപ്പറേറ്റ് ആയിട്ട് വ്യക്തമായിട്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ പറയുന്നത് എങ്ങനെ നിങ്ങൾക്കൊരു പ്രീ പ്രൈമറി അല്ല എങ്കിൽ ഏർലി എഡ്യൂക്കേഷൻ ടീച്ചറാകാം എന്നതിനെക്കുറിച്ചാണ്. പ്രീ പ്രൈമറി അല്ല എങ്കിൽ ഏർലി എഡ്യൂക്കേഷൻ ടീച്ചറാകാൻ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളെന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ പ്ലസ് ടുവിന് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പഠിച്ച് 50% മാർക്കോടുകൂടി പാസ്സാകണം. അതിനുശേഷം നിങ്ങൾ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ അഥവാ DLED, നമ്മുടെ പഴയ TTC എന്ന ഈ കോഴ്സ് പാസ്സാവണം. ഇനി DLEDന് പകരം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഡിപ്ലോമ ഇൻ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ പ്രൈമറി ടീച്ചറാകാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ഒരാളാണ്, നിങ്ങൾക്ക് ഒരു പ്രീ പ്രൈമറി ടീച്ചർ അല്ല എങ്കിൽ ഏർലി എഡ്യൂക്കേഷൻ ടീച്ചർ ആകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രാജുവേഷന് ശേഷം നിങ്ങൾക്ക് DLED എന്ന കോഴ്സ് പൂർത്തിയാക്കാവുന്നതാണ്. ഈ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രീ പ്രൈമറി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രൈമറി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള 6 വയസ്സിനും 11 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളെയാണ്. പ്രൈമറി ടീച്ചർ അല്ല എങ്കിൽ PRT ആകാൻ വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലസ് ടുവിന് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ 50% മാർക്കോടുകൂടി പാസ്സായതിനു ശേഷം ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സും പൂർത്തിയാക്കുക. അല്ല എങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ ഇൻ എലമെൻ്ററി കോഴ്സ് പൂർത്തിയാക്കുക. ഇനിയും അതല്ല എങ്കിൽ 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ബാച്ചിലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന ഡിഗ്രി കോഴ്സ്, അതായത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സാണ്. ഈ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രൈമറി ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ്റഗ്രേറ്റഡ് DLED കോഴ്സിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്ക് സന്ദർശിച്ച് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾക്ക് ആ കോഴ്സിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിൻ്റെ കൂടെ CTET പേപ്പർ 1 അല്ല എങ്കിൽ സ്റ്റേറ്റ് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അടുത്തതായി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ അഥവാ ഹൈസ്കൂൾ ടീച്ചേഴ്സ്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ അവരുടെ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അഥവാ ഹൈസ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബിരുദവും അതിൻ്റെ കൂടെ B.Edഉം ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് ഇനി ഗവൺമെൻറ് സ്കൂളുകളിലാണ് പഠിപ്പിക്കേണ്ടതെങ്കിൽ ഈ അക്കാഡമിക് കോഴ്സുകൾ കൂടാതെ CTET പേപ്പർ 2 എന്ന എലിജിബിലിറ്റി കോഴ്സും കൂടെ നിങ്ങൾ പാസ്സാവണം. ഗ്രേഡ് 11, 12 പഠിപ്പിക്കുന്ന സബ്ജക്ട് ടീച്ചേഴ്സിനെയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അഥവാ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആകുവാൻ നിങ്ങൾക്ക് ഗ്രാജുവേഷന് മിനിമം 55% നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട സബ്ജക്റ്റിൽ പാസ്സാകുക. അതിനുശേഷം ആ സബ്ജക്റ്റിൽ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യുക. ഈ മാസ്റ്റേഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് ഡിഗ്രി കോഴ്സുകൾക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ്. ഈ കേസിൽ നിങ്ങൾ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ അഥവാ B.Ed ആണ് ചെയ്യേണ്ടത്. അതുകൂടാതെ കേരളത്തിൽ നിങ്ങൾക്കൊരു ടീച്ചർ ആകണമെങ്കിൽ കേരളത്തിലെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ SET എന്ന എക്സാം പാസ്സാവണം. ഇനി ഓരോ ലെവലിലുള്ള ടീച്ചേഴ്സിൻ്റെ സാലറീസ് എത്രയാണെന്ന് നോക്കാം. പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് ഏകദേശം 42,000 രൂപ ഗ്രോസ് പേ ഉണ്ടാകും. അതുകൂടാതെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് അവർക്ക് HRIയും ഉണ്ടാവും. TGT ടീച്ചേഴ്സിന് മന്ത്ലി ഏകദേശം 50,000 രൂപ മുതൽ 52,000 രൂപ വരെ സാലറി ഉണ്ടാകും. അതുകൂടാതെ തന്നെ ഏകദേശം 31% HRIയും ഉണ്ടാകും. PGT ടീച്ചേഴ്സ് ആണെങ്കിൽ ഏകദേശം 53,000 രൂപ മുതൽ 55,000 രൂപ വരെ ഗ്രോസ് സാലറിയും അതുകൂടാതെ ലൊക്കേഷനും അനുസരിച്ച് അവർക്ക് HRI ഉണ്ടാകുന്നതാണ്. അത് ഏകദേശം ഇപ്പോഴത്തെ പേ കമ്മീഷൻ അനുസരിച്ച് ഏകദേശം 31% വരും.
ഈ പറഞ്ഞ സാലറികളെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല എങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ലഭിക്കുന്ന സാലറികളാണ്. ഇനി പ്രൈവറ്റ് സ്കൂളുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, നിങ്ങളുടെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ, നിങ്ങളുടെ സ്കൂളിൻ്റെ ബഡ്ജറ്റ് എന്നിവയെ അടിസ്ഥാനമാക്കിയിരിക്കും. ഇൻ്റർനാഷണൽ സ്കൂളുകളിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ ലഭിക്കുന്ന സാലറിയേക്കാൾ കൂടുതൽ ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ടീച്ചറാകാൻ വേണ്ട യോഗ്യതകളെല്ലാം ബേസിക് ക്വാളിഫിക്കേഷൻസ് ആണ്. ഇനി നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സ്കൂളുകളിൽ ടീച്ചറാകണമെങ്കിൽ ഈ ബേസിക് ക്വാളിഫിക്കേഷൻസ് കൂടാതെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന കോമ്പറ്റീറ്റീവ് എക്സാം ഉണ്ടാകും. ഈ എക്സാം പാസ്സായതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവും ഉണ്ടാകും. ഇത് രണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സ്കൂളുകളിൽ ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.